ഹലോ നമസ്കാരം ഫ്രണ്ട്സ്, ജേണി വിത്ത് ജസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ജസ്റ്റിൻ ജോസ്. നമ്മളിപ്പോഴും കെലോണ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള യാത്രകളാണ്. നമ്മളിതാ കഴിഞ്ഞ ആഴ്ച നിർത്തിയെടുത്തു നിന്നാണ് ഈ യാത്ര തുടങ്ങുന്നത്. നമ്മളെ കാത്തിതാ കുറേ കുതിരക്കുട്ടന്മാരിക്കും റോഡ് സൈഡിലുണ്ട്. ശരിക്കും മെയിൻ റോഡിനോട് വളരെ ക്ലോസ് ആയിട്ടാണ് അവർ നിൽക്കുന്നത്. സാറ് നമുക്ക് ഇത്രയും അടുത്ത് കാണാൻ പറ്റുന്നത് അവരെ. അപ്പോൾ നമുക്കിവിടെ ഒന്ന് നിർത്തി അവരെ ഒന്ന് കാണാൻ അടുത്ത്. ഇത് കണ്ടോ, ഇങ്ങനെ നല്ല ചുണക്കൂട്ടന്മാരായ കുതിരകളല്ലേ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ അതിനേക്കാൾ അടിപൊളി. നോക്കി ആ ഒരു മലഞ്ചെരുവിൽ ഇങ്ങനെ അവർ നിൽക്കുന്നതല്ലേ, ഒരു ബ്യൂട്ടിഫുൾ കാഴ്ച തന്നെയാണ്. നമുക്ക് ഈ ഒരു ചെറിയൊരു വളവ് തിരിഞ്ഞപ്പോഴാണ് ഞാനിത് കാണുന്നത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഹെഡ്ലി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അതായത് പണ്ട് കാലത്തെ ഗോൾഡ് മൈനിങ് ടൈം, അതായത് 1897 നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ഗോൾഡ് കണ്ടെത്തിയിരുന്ന ഒരു സമയമാണ്. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഒരു മൈനിങ് എഞ്ചിനീയറാണ് റോബർട്ട് ആർ ഹെഡ്ലി. അയാളുടെ പേരിലാണ് ഈ സിറ്റി അറിയപ്പെടുന്നത്. അത് 1950 ഇവിടുത്തെ ഗോൾഡ് മൈനിങ് ക്ലോസ് ചെയ്തു. പിന്നെ ഈ സിറ്റിയിൽ വലിയ ആളും പേരൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ടൂറിസം വളർന്നതിന് ശേഷം ഇപ്പോൾ ഇവിടെ ആളൊക്കെ വന്ന് ആ ഒരു ടൗണിന് പുതിയൊരു ജീവിതം നൽകിയിരിക്കുകയാണ്. നമുക്ക് ഈ കാഴ്ച കണ്ടുകൊണ്ട് നമുക്ക് ഈ ഹെഡ്ലിയിലൂടെ മുന്നോട്ട് അങ്ങ് പോകാം. ഈ ഹെഡ്ലിയിലും നമുക്ക് കാണാനുള്ളത് ഈ വാലികൾ തന്നെയാണ്. ശരിക്കും നമ്മളെ ഇങ്ങനെ കൊതിപ്പിക്കുന്ന കാഴ്ചകളല്ലേ. ഓരോ വളവും തിരിവും ഇങ്ങനെ കഴിയുമ്പോഴും നമ്മളെ ഇങ്ങനെ കണ്ണിന് അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ തന്നുകൊണ്ടാണ് നമ്മളെ ഈ മലയോര ഹൈവേ കൊണ്ടുപോകുന്നത്. സൈഡിലായിട്ട് കണ്ടോ കൃഷി സ്ഥലങ്ങളൊക്കെയാണ്. അവിടെ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ പമ്പ് ചെയ്യുന്നുണ്ട്. സൈഡിൽ നമുക്ക് വീണ്ടും ഇതാ ഒരു കാട്ട് അരുവി പോലുള്ള ഒരു ചെറിയ തോടല്ലേ, നദി എന്നൊക്കെ വേണേൽ പറയാം. അതിൻ്റെ സൈഡ് വഴി ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ഓരോ വളവ് തിരിവ് കഴിയുമ്പോഴും നമ്മുടെ ആ ടെറൈൻ മാറുന്നത് കണ്ടോ. മലകളുടെ സ്വഭാവം മാറി, ആ ഭൂമിയുടെ നിറം മാറി. ശരിക്കും നമ്മൾ ഓരോ കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ കാണുന്ന കാഴ്ചകളുടെ വ്യത്യാസം കണ്ടോ. നമ്മളിപ്പോൾ വലിയ ദൂരമൊന്നും നമ്മൾ ട്രാവൽ ചെയ്തിട്ടില്ല, പക്ഷേ ഓരോ വളവിലും തിരിവിലും നമുക്ക് ആ ഒരു ഭൂമിയുടെ നിറവ്യത്യാസം നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. വളരെ ലോങ് ആയിട്ടുള്ള റോഡാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കി കഴിയുമ്പോൾ തന്നെ അങ്ങ് ദൂരത്തു നിന്ന് വരുന്ന വണ്ടികളൊക്കെ കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് ഈ മുന്തിരിത്തോട്ടമൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരിക, അല്ല ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, നമ്മുടെ വിദ്യാസാഗറിൻ്റെയോ അല്ല ജോൺസൺ മാസ്റ്ററിൻ്റെയോ ഒരു ലൈറ്റ് മ്യൂസിക്കൊക്കെ ഇട്ട് ചെറിയൊരു കോഫിയൊക്കെ സിപ്പ് ചെയ്ത് നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് ഇതിനെ അങ്ങ് ആസ്വദിക്കണം അല്ലേ. ശരിക്കും അതല്ലേ നമ്മളുടെ ഈ യാത്രകളുടെ സുഖമെന്ന് പറയുന്നത്. എന്തായാലും എനിക്ക് മ്യൂസിക് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റില്ല, എന്നാലും എൻ്റെ ആഗ്രഹം ഞാൻ പറയുകയാണ്. കോപ്പി റൈറ്റ് ഇഷ്യൂ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ ഭൂമിയുടെ നിറമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഒരു വരണ്ട ഭൂമിയാണ് ഇനി നമ്മൾ കാണാൻ പോവുക. നമ്മളിനി പോകുന്ന സിറ്റിയും ശരിക്കും കഴിഞ്ഞ് കഴിഞ്ഞാൽ കാനഡയുടെ ഒരു ഡെസേർട്ട് സിറ്റി പോലെയുള്ള ഒരു സ്ഥലമാണ്. ഏറ്റവും ഡ്രൈ ആയിട്ടുള്ള ലാൻഡാണ്. ആ ഒരു സ്ഥലമാണ് ഒസോയൂസ്. അപ്പോൾ അതിൻ്റെ സ്വഭാവമൊക്കെ ഭൂമിയിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇനി കാത്തിരിക്കുന്നൊരു അത്ഭുത കാഴ്ചയുണ്ട് ഇവിടെ ആയിട്ട്. നമ്മൾ ഈ നമ്പർ 3 റോഡിൽ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഒസോയൂസിന് പോകുന്ന വഴിയാണ്. നമുക്കിനി ഇവിടുന്നൊരു 4-5 കിലോമീറ്റർ കൂടെയുള്ള ഒസോയൂസിലേക്ക്. അപ്പോഴാണ് നമ്മൾ ഈ കാണുന്ന സ്പോട്ടഡ് ലേക്ക് നമ്മൾ കാണുക. വളരെയധികം പ്രത്യേകതകളുള്ളൊരു ലേക്കാണ്. നമ്മുടെ ഇവിടുത്തെ ഓക്കനാഗൻ നേഷൻ, അതായത് ഇവിടുത്തെ ഫസ്റ്റ് നേഷൻ ആൾക്കാർ വളരെ പവിത്രതയോടെ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ഒരു ലേക്കാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ അടുത്തുനിന്ന് കാണാം. ഇത് കണ്ടോ,
ഈ സാധാരണ കാണുന്ന ലേക്ക് പോലെയല്ല, കുറേ ഇങ്ങനെ സ്പോട്ട് പോലെ, അതായത് കുഴികൾ പോലെയാണ് ഇത് കാണുന്നത്. അവിടെയെല്ലാം നമുക്ക് വെള്ള കളറിലും അതേപോലെ തന്നെ പിങ്ക് കളറിലുള്ള ഹോൾസ് കാണാൻ പറ്റും. നമ്മൾ ഈ കാണുന്ന 100-ൽ പരം ഈ ഹോൾസിനകത്തും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള മിനറൽസ് ആണ്. ഇപ്പോൾ ഇതിനകത്ത് ഇവർ പറയുന്നതനുസരിച്ച് എപ്സം സോൾട്ട്, കാൽസ്യം, സോഡിയം, അങ്ങനെയുള്ള മിനറൽസാണ് ഇതിനകത്തുള്ളത്. ഇതൊക്കെ ഓരോ അസുഖങ്ങൾക്കുള്ള മരുന്നായിട്ടാണ് ഇവർ ഉപയോഗിക്കുക. ഓരോ കുഴിയിലെ ആ വെള്ളവും ആ സൈഡിലുള്ള കാണുന്ന ആ വെളുത്ത കളറിലും പിങ്ക് കളറിലുള്ള ആ മിനറൽസൊക്കെ യൂസ് ചെയ്ത് അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ഓരോ ആദിവാസി സമൂഹം. പക്ഷേ നമ്മൾ സാധാരണ കാണുന്ന പോലെ വലിയൊരു കുഴി പോലോ അങ്ങനെയല്ല, ഇതിങ്ങനെ സ്പോട്ടഡ് ആയിട്ടാണ്, ഓരോരോ ചെറിയ ചെറിയ കുഴികളായിട്ടാണ് ഇത് അവിടെ അവരത് നമുക്ക് കാണാൻ പറ്റുന്ന. ഒരു വെള്ളം കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്കിതിനെ ഇങ്ങനെ നോട്ടീസ് ചെയ്യാൻ പറ്റും. ഓരോ കുഴികളും വെള്ളം കൂടി കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം ഇങ്ങനെ ഒരു ലേക്ക് പോലെ തന്നെ വരും. എന്തായാലും ലക്കിലി നമ്മളിപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്കത് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു ചുറ്റും കാണുന്ന ഒരു വലിയ മലനിരയുടെ അടിയിലായിട്ടാണ് ഇത്. ചുറ്റും അവരിങ്ങനെ ഫെൻസൊക്കെ ചെയ്ത് അതിനെ എല്ലാം ഇവിടെ ലോക്ക് ചെയ്താണ് അവരതിനെ സൂക്ഷിച്ചിരിക്കുന്നത്. അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ലേക്കാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഓസോയൂസിലേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രത്യേകതയുള്ള ഈ ലേക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ താഴത്തായിട്ട് കാണുന്നതാണ് ഒസോയൂസ് സിറ്റി. ഒസോയൂസ് ലേക്കാണ് ഇങ്ങനെ നോക്കത്താ ദൂരത്ത് പരന്ന് കിടക്കുന്നത്. സദേൺ ഓക്കനാഗൻ റീജിയനിലെ ഏറ്റവും വലിയ ഒരു സിറ്റി തന്നെയാണ് ഇത്. ഇതിന് ഒത്തിരി പ്രത്യേകതകളുണ്ട് ഈ ഒസോയൂസിന്. നമ്മൾ ഇവിടെ വെച്ച് US-ൻ്റെ വാഷിങ്ടൺ സ്റ്റേറ്റുമായിട്ട് ബോർഡർ പങ്കിടുന്നതുണ്ട്. ഈ ലേക്കിൻ്റെ പകുതി ഭാഗം വാഷിങ്ടൺ സ്റ്റേറ്റിലാണ്, പകുതി കാനഡയുടെ ഭാഗമായിട്ടും. ഈ സ്ഥലത്തിന് ഇവർ ടാഗ്ലൈൻ തന്നെ പറയുന്നുണ്ട്, Osoyoos is the home to Canada's only desert and the country's warmest welcome. ആ ബോർഡ് നമ്മൾ എല്ലായിടത്തും ഇതിങ്ങനെ കാണുന്നുണ്ട്. ശരിക്കും ഒരു ഡെസേർട്ട് ഏരിയയാണ് നമുക്കിത്. അപ്പോൾ അതിൻ്റെ ഒരു നിറവ്യത്യാസമാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ ഭൂമിയിൽ കാണുന്നത്. ഈ ഒസോയൂസ് സിറ്റിയിൽ നമ്മൾ ഈ കാണുന്ന മൊത്തം മുന്തിരി തോട്ടങ്ങളും അതേപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ തോട്ടങ്ങളുമാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ഇവിടെ കാണുന്ന ഈ നമ്പർ 3 ഹൈവേ പോയിട്ട് BC 1907 നമ്മളിപ്പോൾ ഇവിടെ മെർജ് ആവും. ഈ BC 97 തന്നെ US-ൻ്റെ ഈ ലേക്കിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും US റൂട്ട് 97 എന്നുള്ള പേര് മാറി ആ റോഡ് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം ഒരു 3 hours ഉള്ളൂ വാഷിങ്ടൺ സ്റ്റേറ്റിലോട്ട്, സിയാറ്റിലോട്ടൊക്കെ പോകാനുള്ള ദൂരം. തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഈ ഒരു ബോർഡർ കിട്ടുന്നത്. ഇത് ഒസോയൂസ് ലേക്കിലോട്ട് പോകുന്നൊരു വഴിയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെയുള്ളൊരു ക്യാമ്പ് ഗ്രൗണ്ടിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ഇതാ നമ്മളെ കാണാൻ ഒരു മാൻ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുറകിൽ കൂടി ഇതാ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ മാന് ഒസോയൂസിലെത്തിയപ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്തു. ഇവിടെ ഈ മരങ്ങളിൽ നിറച്ചും കിളികൾ പോലെ കേട്ടോ. നമ്മളിതാ ഇവിടെ വന്ന് നമ്മുടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക ഉച്ചത്തെ. നമ്മുടെ കൂടെ ഇതാ കുറേ കിളികൾ, ഇതാ ഒരു മാനിപ്പം വന്നിട്ട് പോയി അതുവഴി അങ്ങോട്ട് പോകുന്നുണ്ട്. വേറെ മാനൊക്കെ കാണും, ഇവിടെ എപ്പോഴും ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ ഫുഡൊക്കെ കഴിക്കാം. ഉച്ചയായില്ല ഇവിടെ എത്തിയപ്പോൾ. ചിക്കനാണ് കേട്ടോ. ചെറിയ തണുപ്പൊക്കെ തുടങ്ങി, എന്നാലും വെതർ നല്ല ചൂടായതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് കഴിക്കാം. മൈക്രോ ഓവനിലൊന്നും വെക്കാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട് ചിക്കൻ. നമ്മളിനി ഫുഡ് കഴിച്ചിട്ട് ഒസോയൂസ് ലേക്കിൻ്റെ വ്യൂ ഒക്കെ കാണാൻ പോവാണ്. ഓളം തള്ളി നിൽക്കുന്ന ഒസോയൂസ് ലേക്ക് അല്ലേ. ദൂരത്തായിട്ട് കാണുന്ന US-ൻ്റെ വാഷിങ്ടൺ സ്റ്റേറ്റിൻ്റെ ഭാഗമാണ് അവിടെ. പക്ഷേ കൂടുതൽ ഭാഗവും ഈ ലേക്ക് നമ്മുടെ ബ്രിട്ടീഷ് കൊളംബിയയിൽ തന്നെയാണ്. അപ്പോൾ എത്ര മനോഹരമാണ് നമ്മുടെ ഈ ബ്രിട്ടീഷ് കൊളംബിയ അല്ലേ. ഈ ലേക്കിൻ്റെ എത്ര ഒരു വൈഡ് ആംഗിളിൽ നോക്കുമ്പോഴും നമുക്ക് ആ കാണുന്ന ആ മലനിരകൾ കുറച്ച് മരുഭൂമിയൊക്കെ പോലെ തോന്നുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഭൂമിക്ക് അതിൻ്റേതായൊരു ഭംഗിയുണ്ട്. നമുക്ക് ഈ ലേക്ക് ദൂരത്ത് നിന്നൊന്ന് കണ്ടു നോക്കണം. നമുക്കിതിനകത്ത് വലിയ സ്പോർട്സ് ആക്ടിവിറ്റി ഒന്നും നമ്മൾ ചെയ്യാനില്ലെന്ന്, അതുകൊണ്ട് നമുക്കിങ്ങനെ സൈഡിൽ നിന്നാണ് ഇത് കാണുന്നത്. നമുക്കിനിയിപ്പോൾ ഇവിടുന്ന് ട്രാവൽ ചെയ്ത് അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുണ്ട്. കാഴ്ചകൾ മാറാൻ വേണ്ടി ഇതാണ് നമ്മൾ ദൂരത്ത് നിന്നൊന്ന് കാണുകയാണ്. ഈ ലേക്കിൻ്റെ ഒരു ലോങ് വ്യൂ ആണിത്. നമ്മളിനിയിപ്പം ഇവിടുന്ന് ചെറുകെ യാത്ര ചെയ്ത് നമ്മളിനി പോകുന്നത് പീച്ച് ലാൻഡിലേക്കാണ്. ഈ 97 ഹൈവേ BC 97 കൂടെ തന്നെ നമ്മൾ ഓക്കനാഗൻ ലേക്കിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് നോക്കി ഒരു ഫെൻസോ ഒന്നും ഇല്ലാതെ ആ ലേക്ക് ഇങ്ങനെ ആസ്വദിച്ച് ഡ്രൈവ് ചെയ്ത് പോകാൻ പ്രത്യേക സുഖം തന്നെയല്ലേ. അപ്പോൾ ഈ ഡ്രൈവ് ചെയ്ത് നമ്മളിനി പോകുന്നത് ഒരു വൈൻ ടേസ്റ്റിങ്ങിനാണ്.
നമ്മളിതാ ഈ ലേക്കിൻ്റെ കാഴ്ച കണ്ടുകൊണ്ട് ഈ തിരിഞ്ഞിറങ്ങുന്ന വഴിയാണ് ഗ്രേറ്റ റാഞ്ച് എസ്റ്റേറ്റിലോട്ടുള്ള ഒരു ചെറിയ ഗുഡ്സ് വഴി അല്ലേ. ഈ ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നതാണ് വൈനറി. അപ്പം വൈനറിക്ക് മുമ്പ് തന്നെ നമുക്ക് ഈ ഓക്കനാഗൻ ലേക്കിൻ്റെ കാഴ്ചയാണ് കണ്ണിലെത്തുക. സൈഡിലായിട്ട് ഇതാ ഇങ്ങനെ മുന്തിരി പാടങ്ങളാണ്, അതിൻ്റെ സൈഡ് ഒരു മലഞ്ചെരുവിലായിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും ആ വാലിയുടെ ഒരു കിടു ഫോട്ടോ ഒക്കെ കിട്ടുന്നൊരു സ്ഥലമാണല്ലേ. അപ്പോൾ ഇതാ മേളിൽ കൂടെ BC 97 ഇങ്ങനെ റോഡ് പാഞ്ഞു പോകുന്നുണ്ട്. നമ്മളിതാ ഈ വഴി കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് 1-2 ചെറിയ വീടുകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഈ വൈനറിയുടെ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഈ വൈനറി കണ്ട് ഇവിടെ നിന്നൊരു വൈൻ ടേസ്റ്റ് ചെയ്യണം, അതാണ് നമ്മുടെ ലക്ഷ്യം. ഇന്നിപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ദ ഫിറ്റ്സ്പാട്രിക് ഫാമിലി വൈൻ യാർഡാണ്. ഓക്കനാഗൻ വാലിയിലെത്തിയാൽ വൈൻ ടേസ്റ്റിങ്ങും വൈൻ യാർഡും മസ്റ്റാണ്. അപ്പം കാനഡയുടെ തന്നെ വൈൻ ക്യാപിറ്റലാണ് നമ്മൾ ഈ കാണുന്ന ഈ ഓക്കനാഗൻ വാലി. അപ്പോൾ ഏറ്റവും കൂടുതൽ വൈനറി ഉള്ളതും ഏറ്റവും കൂടുതൽ വൈൻ ഉൽപ്പാദിക്കുന്ന സ്ഥലവും ഇവിടാണെന്നാണ് അവർ പറയുക. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഒന്നിച്ചു പോവുക. അപ്പോൾ അതിനു മുമ്പ് നമ്മളുടെ ഈ ചുറ്റുവട്ടമൊക്കെ ഒന്ന് നമുക്ക് കണ്ടിട്ട് അകത്ത് കയറി വൈൻ ടേസ്റ്റിങ്ങിലേക്ക് പോവാം. ഈ ഫിറ്റ്സ്പാട്രിക്കിൻ്റെ വൈനറിയുടെ ഇതാ മുന്തിരി തോട്ടമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. നാട്ടിലെ പോലെ ഇങ്ങനെ പന്തലിട്ടിട്ടുള്ളതൊന്നുമല്ല മുന്തിരിത്തോട്ടം. ഇതാ ഇങ്ങനെ കമ്പി കെട്ടിയിട്ട് അതിൽ ഇങ്ങനെ വളർത്തിയെടുക്കുന്നതാണ്. ഇതിൻ്റെ മൂഡ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നല്ല പഴക്കമുള്ള മൂടുകളാണ്. അപ്പോൾ ഇത് എല്ലാ വർഷവും അവരിങ്ങനെ ക്രോപ്പ് ചെയ്യും. ഇപ്പോൾ പുതുതായിട്ട് വരുന്നതാണ് ഓരോ വർഷവും. ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും പുതുതായിട്ട് വന്നിരിക്കുന്ന ഒത്തിരി പൂക്കളാണ്. ഈ പൂക്കളാണ് മുന്തിരിയായിട്ട് മാറി പഴങ്ങളായിട്ട് വരിക. അപ്പോൾ ഏതായാലും നമുക്ക് ഈ തോട്ടം ഒന്ന് മൊത്തത്തിലൊന്ന് കാണാം. എന്നിട്ട് നമുക്ക് അകത്തോട്ട് ആ വൈനറിയിലേക്ക് പോകാം. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ആ കിടു ഓക്കനാഗൻ ലേക്കിൻ്റെ വാലിയുടെ ഒരു കിടു വ്യൂ ആണ്. ഈ ഒരു ആംബിയൻസ് ഇന്ന് വൈൻ ടേസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു മാരക ഫീലായിരിക്കും. നമുക്ക് അങ്ങോട്ട് കയറിയിട്ട് ഇനി കാഴ്ചകൾ കാണാം. ഇതൊരു മുമ്പേ പറഞ്ഞ പോലെ ഒരു ഫാമിലി ഓൺഡ് ആയിട്ടുള്ള ഒരു വൈനറിയാണ്. ഇതാ നല്ല കട്ട റോസപ്പൂ ഒക്കെ നിൽക്കുന്നത് കേട്ടോ. ഈ സൈഡിൽ കണ്ടോ, നല്ല ആ ലേക്കും ആ റോസപ്പൂ കൂടെ ഒന്ന് കണ്ടു നോക്കിയേ. നമ്മൾ ഈ വൈനറിയുടെ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇതാ ഈ ബാക്കിൽ കാണുന്ന ഒരു ശരിക്കും വൈനറിയുടെ എക്യുപ്മെൻറ്റ്സ് ഒക്കെയാണ് അവിടെ ഉള്ളത്. അതിൻ്റെ അവിടെ ആയിട്ട് തന്നെ നമ്മൾ ഈ സൈഡിൽ കണ്ടു കഴിഞ്ഞാൽ വെഡ്ഡിങ് ഫംഗ്ഷനൊക്കെ നടക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇന്നലെ ഒരു വെഡ്ഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെയർസൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ശരിക്കും ഒരു അടിപൊളി ഫീലായിരിക്കും അല്ലേ, ഇവിടെ ഇരുന്നൊരു വെഡ്ഡിങ് ഡിന്നറൊക്കെ സെറ്റ് ചെയ്തിട്ട് ലൈറ്റ്സ് ഒക്കെ ആയിട്ട് ഈ വാലിയിലെ ഈ ലേക്കും ഒക്കെ കണ്ട് ഡിന്നർ കഴിക്കാൻ അല്ലേ. നമുക്കിനി ഇപ്പം വൈൻ ടേസ്റ്റിങ്ങിന് പോകാം. Excellent. Well, welcome to Fitzpatrick Family Vineyards. Yeah, thank you. Justin? Justin, nice to meet you. Nice to meet you. My wife, Ranjini. Today, I would like to start us off with the 2017 Fitz Brut flagship label for sparkling wines. Okay. All done in the traditional method, that is to say it's Champenoise-esque, made with all the same grape varieties as in Champagne, all grown here on the property, Pinot Noir, Pinot Meunier, and Chardonnay. We're really proud because this is certainly the most labor-intensive method of making sparkling wines. Okay. And it is, again, 50% of our production. And the way that sparkling wines are made in the traditional method is that they sit in bottles for up to 2 years on what is called lees. And for that, I actually have a little demonstration for you. So, with sparkling wines in the traditional method again, you start by making a base white wine. Yeah. Then you put it into bottle, you add a little bit of sugar and a little bit of yeast, and then you have the secondary fermentation occur in bottle. This fermentation occurs and creates the carbonation as well as a little bit more alcohol. How long that process will take? So that's a good question, actually. So that process, I would want to say we let it take about a week, but to be honest, we leave those bottles alone
for years. Oh, the reason being, we want it to go through as quickly or as slow as it needs to in order for the yeast to end up dying in an alcohol-rich environment. That alcohol-rich environment creates this sediment that we see at the neck of the bottle right here. Okay, right here. This sediment is called lees. Please, okay. So the longer that you leave lees in a bottle, the more that it'll break down. The more it breaks down, the more it'll impart a dimension of character that can resemble brioche, sort of bready characteristics, minerality. And so for that reason that we do a minimum of 24 months on lees for our bottles. So 2 years is the shortest amount of time that we leave this bottle with lees in it. The bottle that you buy it, all wrapped up and everything, is the same bottle the wine has been in since day one. Okay, cool. So, that being said, I invite you to try our Fitz Brut. Thank you. നമ്മളിപ്പോൾ ഇതാ അങ്ങനെ ഒരു ഷാമ്പെയിൻ വൈനാണ്. ഇതിനകത്ത് ശരിക്കും ഒരു സ്പാർക്കിൾ എഫക്റ്റൊക്കെ വരുന്ന ഒരു വൈന്. ഇപ്പോൾ 2017 ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ഒരു ലോങ് പീരീഡ് ഇത് ബോട്ടിലിൽ തന്നെ കീപ്പ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഫെർമെൻറ്റേഷനൊക്കെ ചെയ്തെടുത്തതിൻ്റെ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ട്. നല്ലതാണ്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതെ, ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പതയും നുരയും ഒക്കെയുള്ളൊരു അടിപൊളി വൈനാണ്. നല്ലൊരു കൂൾ ഫീൽ. എൻ്റെ ഒരു സ്മെല്ലാണെങ്കിലും നല്ല മണമാണ്. സൂപ്പർ, കൊള്ളാം. നമുക്ക് ഇവരുടെ ഒരു ബേസ് സ്റ്റാർട്ടിങ് മോഡലാണിത്. അപ്പോൾ ഇതിന് ശേഷം നമുക്കിനി അടുത്തൊരു ലെവലിലോട്ടേക്ക് മാറും. Bottle is a bottle that I quite appreciate because this is a bottle that you find pretty often in the Okanagan, in that it is a field blend of all of the white varieties that we grow on our property. So that is to say Riesling, Ehrenfelser, Gewürztraminer, Pinot Blanc, and Chardonnay. We've done a great job of showing with this wine all the characteristics of all the varieties. We get the acidity from the Riesling and Pinot Blanc. We get a little bit of the oakiness from the Chardonnay that's involved. We get a little bit of extra fruity and tropical character from Ehrenfelser. And it is a fantastic sipping wine for any day of the summer, especially. It's our cheapest bottle on the list, and it's still one that we're very, very pleased with. Like I said, that this is an Okanagan style wine. So how is processing in a different fruits and mix it together, or are you putting the fruits first together? Then No, we are processing them each individually and then taking specific parts to then blend together to create this specific blend. നമ്മളിപ്പോൾ ഈ ടേസ്റ്റ് ചെയ്യുന്ന വൈൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 അപ്പോൾ ഇതൊരു നമ്മൾ വൈറ്റ് വൈൻ ഉണ്ട്. അപ്പോൾ അതിന് ഉള്ള മുന്തിരികൾ അവർ എടുത്തതിന് ശേഷം സെപ്പറേറ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് ഒരു പ്രത്യേകമായ രീതിയിൽ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നതാണ് വൈനാണ് നമ്മളിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ഒരു വൈറ്റ് വൈനാണ്. അപ്പോൾ വൈറ്റ് വൈനിൽ നല്ലൊരു ഇത് അത്ര സ്വീറ്റ് അല്ല, എന്നാൽ ഒരു ചെറിയ കിക്കൊക്കെ കിട്ടുന്ന ഒരു വൈറ്റ് വൈനാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. Yes, so up next we have this bottle here, the Mischief Pinot Blanc. Pinot Blanc is a variety that we're very proud of. It's the variety that we grow the most here on the property. It is also the variety that we use for our Cremant. Okay. So in this bottle we'll find a lot of really bright acidity. This is a factor that is very unique to us due to our site. We get, while in the Okanagan, we get very intense summers because we have this hill here behind us. When the sun sets fairly early in the afternoon, it casts a shadow, which helps halt maturity but brings out what's called malic acid. Great textures of like green or red apple that really come from this. Last year, we got some very, very nice reviews about this wine, and this is obviously this year's vintage, the 2021. നമ്മൾ ഇപ്പോൾ ഈ ടേസ്റ്റ് ചെയ്യുന്ന ഒരു വൈറ്റ് വൈനാണ്. അപ്പോൾ വൈറ്റ് വൈനാണ് ഇതിപ്പം നമുക്ക് ആദ്യം തന്നത് രണ്ടെണ്ണം. അപ്പോൾ ആദ്യത്തിനകത്തൊരു സ്പ്രിംഗ്ലർ എഫക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഒരു ബ്ലെൻഡ് ആയിരുന്നു, കുറേ വൈറ്റ് വൈൻ മിക്സ് ചെയ്തിട്ടുള്ളായിരുന്നു ആ വെറൈറ്റി. ഇപ്പം നമ്മൾ കഴിക്കുന്ന മൂന്നാമത്തെയാണ്. അപ്പോൾ ഇതിനകത്തും അവർ പറഞ്ഞ് ഇവിടെ തന്നെ നമ്മൾ ഈ കയറി വരുന്ന പാർക്കിങ്ങിൻ്റെ സൈഡിലുണ്ടായിരുന്ന കുറേ വൈൻ യാർഡ് ഉണ്ടല്ലോ, അപ്പോൾ ആ വൈൻ യാർഡിൽ നിന്ന് പിക്ക് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ സൺലൈറ്റിൻ്റെ പ്രത്യേകത ഓരോ വെതറൊക്കെ അനുസരിച്ചിട്ടാണ് ഏറ്റവും നല്ല ഹാർവെസ്റ്റ് കിട്ടുക മുന്തിരികളിൽ. അപ്പോൾ ഇവിടെ ഏറ്റവും നന്നായിട്ട് അവർക്ക് കിട്ടുന്ന നമ്മുടെ ഈ യെല്ലോ അല്ലെങ്കിൽ വൈറ്റ് കളറിൽ വരുന്ന മുന്തിരികളാണ്. അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ വെറൈറ്റിയാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത്. 2021 ഇത് നല്ലൊരു ഗംഭീര സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ മുമ്പത്തെ ആ ബ്ലാൻഡ് സ്മെൽ അതത്ര ഒരു കിക്കൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് പക്ഷേ നമ്മൾ ഈ വൈൻ
ഗ്ലാസ് നമ്മൾ അടുപ്പിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കിക്ക് വരുന്നുണ്ട്. കൊള്ളാം. കിടു സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഒരു ക്ലാസിക് വൈൻ്റെ ഒരു ഫീലാണ് എനിക്ക് വരുന്നത് കേട്ടോ. നമ്മൾ വൈറ്റ് വൈനകത്ത് ലൈറ്റ് സ്വീറ്റിലാണ് ഇത് വരുന്നത്. എന്നാൽ അധികം സ്വീറ്റ്നെസ് ഇല്ല, എന്നാൽ ഒരു കമർപ്പില്ലാത്ത ഒരു ഇതുണ്ടല്ലോ, നമുക്ക് ആർക്കും കുടിക്കാൻ പറ്റുന്ന ഒരു. ഇവരോട് പറഞ്ഞ ലാസ്റ്റ് ഇയറിലവർക്ക് ഏറ്റവും കൂടുതൽ റിവ്യൂ കിട്ടിയ വൈനാണ്. ശരിയാണ്, അടിപൊളി ഒരു സാധനമാണ്. So this is our Rosé. This is again just recently released. The Rosé comes with an interesting yet unfortunate story. So our Rosé is specifically made for Rosé. We have a specific recipe that we normally dedicate a single block of Pinot Noir to making Rosé for this wine. However, last year we had such an important smoke influence, our Pinot Noir grapes were highly affected, and with that we were not able to make any proper red wine Pinot Noir. So with that, in order to avoid the influence of smoke on our wines, we made everything of our Pinot Noir into Rosé, and we've done a fantastic job. This being said, it's a minimal contact, 3 hours of skin contact before taking it off the juice, fermenting from there, and we've come up with something that we might stick to for years to come as our Rosé wine recipe. നമ്മളിനി ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് പിങ്ക് മൈൽഡ് റോസ് ഒരു വൈനാണ്. അപ്പോൾ ഇതിപ്പം ഇവരുടെ തന്നെ ഒരു റെഡ് വൈനൊന്നും അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല ലാസ്റ്റ് ഇയറിൽ സ്മോക്ക് ഇഷ്യൂ ഒക്കെ കാരണം. അപ്പോൾ പുള്ളി പറഞ്ഞ പോലെ തന്നെ അപ്പം നമ്മൾ ഈ പിങ്ക് വൈൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നമ്മളിപ്പം കഴിച്ച വൈറ്റ് വൈനേക്കാളും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീലാണെന്ന് അവർ പറഞ്ഞേ. ഒരു സ്മെൽ എന്താ പറയുക, സ്മൂത്താണ്, നല്ലൊരു സുഗന്ധം പരത്തുന്ന വൈൻ അല്ലേ. കൊള്ളാം, ഒന്ന് ടേസ്റ്റ് ചെയ്യാം. കൊള്ളാം. നമ്മളെ വൈറ്റ് വൈനേക്കാളും നമ്മൾ നേരത്തെ കഴിച്ചിട്ടുള്ള പിങ്ക് വൈൻ്റെ ഒരു ടേസ്റ്റാണ്. പക്ഷേ ഒത്തിരി സ്മൂത്താണ്, കിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഒരു ബ്ലെൻഡായിട്ടുള്ള ഒരു സ്മെല്ലിന് ഒരു ഡിഫറൻസ് ഉണ്ട്. വൈറ്റ് വൈൻ്റെ ഒരു സ്മെല്ലല്ല, അത് കുറച്ച് ഡിഫറെൻ്റാണ്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫുൾ ബോട്ടിൽ നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്, എന്നിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം ഇത് മേടിക്കണമെന്ന്. ഇനി നമുക്ക് ഒരു വൈനോട് ടേസ്റ്റ് ചെയ്യാനുണ്ട്. നമുക്ക് ഇവിടെ ഇവരുടെ ഈ വൈനറിയുടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. അത് നോക്കിയാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇതിനകത്ത് കാണുന്ന പോലെ 30 ഏക്കറാണ് ഇതിൻ്റെ വൈൻ ഉള്ളത്. അപ്പോൾ അതേപോലെ 42,000 മുന്തിരി ചെടികളാണ് ഇവർക്കുള്ളത്. Thank you. So this is the last wine of our tasting today. This is our house Meritage. So as I was saying before, we can't grow big red varieties here on the property. So these are grapes sourced from a property down in Oliver and Osoyoos. With that being said, it is only the grapes that we source. We still process them all ourselves. So this is very much our own product. It is Meritage being the token word for Bordeaux style. So it is Merlot, Cabernet Franc, and Cabernet Sauvignon. In that order, those are the 3 predominant grapes. More Cabernet Franc and Sauvignon, aged in neutral oak. And I find is an excellent demonstration of what Okanagan red wines can do, because not only is it very berry forward, it also blends beautifully with its oak counterpart. It has managed to give this sort of tomato leaf and tobacco note to it that actually blends beautifully with this wine, and I am a huge fan. So again, I'll let you try. നമ്മൾ ഇത് 5ാമത്തെ വൈൻ ടേസ്റ്റ് ചെയ്യുമ്പോഴാണ്. ഇത് ഏറ്റവും ലാസ്റ്റാണ്. ഇതിൻ്റെ പേര് സഡൻ ഇൻവേഴ്സ് മെറിറ്റേജ്. ഇത് ഇവിടെയല്ല, ഇത് ഈ മുന്തിരിയ ഉണ്ടാകുന്നത് നമ്മൾ ഒസോയൂസിൽ നിന്നാണ്. അവരിത് ഔട്ട്സോഴ്സ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവർ സ്വന്തമായിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു വൈനാണ്. ഇത് ഇവരുടെ ഏറ്റവും അടിപൊളി വൈൻ എന്നാണ് പറഞ്ഞത്. റെഡ് വൈൻ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ശരിക്കും നമ്മുടെ എന്താ പറയുക, വൈൻ്റെ ഒരു ശരിക്കുള്ള ഒരു കിക്ക് തരുന്നുണ്ട് ഇത് സ്മെല്ല് തന്നെ. So this is our runabout white. So this thing. This is അടിപൊളി. നമുക്ക് നല്ല ബീഫ് അതേപോലെ തന്നെ ബാർബിക്യൂ ഒക്കെ കൂടി കഴിക്കാൻ പറ്റിയൊരു സാധനമാണ്. നല്ലൊരു വൈൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളിത് കഴിക്കുമ്പം ആ ഒരു നാവിലിങ്ങനെ എന്താ പറയുക, ഒരു ഈ ഇടിച്ചിറങ്ങുന്ന ഒരു ഫീലില്ലേ, അതാണ് ഈ റെഡ് വൈന്. അടിപൊളി. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ഏറ്റവും അവസാനത്തേക്ക് വെച്ചതെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. നമ്മൾ ആദ്യം കഴിച്ച വൈറ്റ് വൈൻ്റെയും പിന്നെ കഴിച്ച പിങ്ക് വൈൻ്റെയും ഒക്കെക്കാളും ഒരു അടിപൊളി കിക്ക് തരുന്ന ഒരു ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു വൈൻ ലവറായിട്ട് മാറും കേട്ടോ. അത്രമാത്രം നല്ല ഫീൽ ഗുഡാണ് ഇത്. ഇപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ നമുക്ക് റെഡ് മീറ്റ് കഴിക്കുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടും. നല്ലൊരു ഫീൽ അതിന് കൂടെ അങ്ങോട്ട്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഒക്കേഷനില്ല, ഏത് പാർട്ടിയിലും നമുക്ക്
ടേസ്റ്റ് ചെയ്യാൻ കഴിക്കാൻ പറ്റുന്ന ഒരു വൈനാണിത്. അങ്ങനെ വൈൻ ടേസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു വൈൻ എടുക്കണം. അപ്പോൾ ഞാനെടുത്ത വൈൻ ഇതാണ്, സഡൻ ഇൻവേർഷൻ മെറിറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള വൈന്. നല്ലൊരു ഫീലുള്ള ഒരു റെഡ് വൈൻ നമ്മൾ ലാസ്റ്റ് കഴിച്ചല്ലോ, ആ റെഡ് വൈനാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. 29.50 ആണ് ഇതിൻ്റെ പ്രൈസ്. 14% ആണ് ആൽക്കഹോൾ കണ്ടത്. എന്തായാലും നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ബാർബിക്യൂ ഒക്കെ കഴിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനി ക്യാഷ് കൗണ്ടറിൽ പോയിട്ട് നമുക്ക് ബില്ലൊക്കെ പേ ചെയ്ത് വെളിയിലേക്ക് ഇറങ്ങാം. താങ്ക് യു വെരി മച്ച്. ഈ പർഗോളയുടെ അടിയിൽ നിന്ന് ഈ വൈൻ ടേസ്റ്റ് ചെയ്യണമായിരുന്നു അല്ലേ. അപ്പോൾ ഇന്നിവിടെ ഒരു ലൈറ്റ്നിങ്, അതായത് തണ്ടർസ്ട്രോം, ഇടിവെട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അനൗൺസ് ചെയ്ത് കാരണം അവർ പാഡിയോ ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. അതെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇവിടെ ഇരുന്നാണ് ശരിക്കും ഈ വൈൻ ടേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ വരുന്നവർക്ക് നേരത്തെ ഓൺലൈനിൽ ബുക്കിംഗ് ഒക്കെ എടുത്ത് വരുവാണെങ്കിൽ അടിപൊളിയാണ്. ഞാനിതാ ഈ ഒരു വ്യൂ കാണിക്കാമേ. ഇതൊരു അപാര ആംബിയൻസ് തന്നെയല്ലേ. നമ്മളിങ്ങനെ ഒരു വൈനൊക്കെ സിപ്പ് ചെയ്ത് ഔട്ട്സൈഡ് ഈ പാഡിയോയിൽ ഇതാ ഈ പൂക്കളും ഈ മുന്തിരിത്തോട്ടവും ഈ വൈനറിയൊക്കെ ആസ്വദിച്ച്, ആഹാ, ഇതാണ് ഈ ഓക്കനാഗൻ ഫീൽ എന്ന് പറയുന്നത് കേട്ടോ. ഈ ശരിക്കും സ്പിരിറ്റ് ഓഫ് ഓക്കനാഗൻ എന്നൊക്കെയാണ് ഇവർ ഈ ഏരിയയിലുള്ള എന്തൊരു കാര്യത്തിനെയും പറയുക. ശരിക്കുള്ള സ്പിരിറ്റ് കിട്ടുന്നത് നമ്മൾ ഈ വാലി ആസ്വദിച്ച്, ഈ ലേക്ക് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഓക്കനാഗനിൽ വന്നു എന്ന് നമുക്ക് തോന്നുന്നത് കേട്ടോ. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു ഇത്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്യുക. നമുക്ക് ഉടനെ തന്നെ കലോണയുടെയും അതായത് ഓക്കനാഗൻ വാലിയുടെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതാണ്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ, സ്റ്റേ സേഫ്.